രാവിലെ ബാക്കിയുള്ള എല്ലാ കോഴികൾക്കും തീറ്റ കൊടുത്ത ശേഷം BV3 കോഴികൾക്ക് വേണ്ടി കുറച്ച് ഇതിൽ നിൽക്കണ ഇത് ഇരുമ്പമ്പുളി എന്നാണ് ഇവിടെ പറയുക തൃശ്ശൂർ. ആ മരത്തിൻ്റെ ഇല പൊട്ടിച്ച് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് BV3 കോഴികൾ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾക്ക് നമ്മൾ കൊടുക്കാൻ പോവാണ്. ഇതിപ്പോൾ 3 കോഴികളുള്ളൂ BV3 നമ്മുടെ അടുത്ത്. ബാക്കി ചെറിയ കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്. ഒറ്റയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം ആവശ്യത്തിന് കൂട്ടിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ ചിലപ്പോൾ തൊണ്ടയിൽ കുടുങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുകയാണ് നല്ലത്. ഇത് നമ്മൾ ഈ കോഴികൾക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. ബാക്കിയുള്ളവർക്ക് പുറത്ത് അഴിച്ചുകൊണ്ട് കാരണം അവർക്ക് പുല്ലും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് നമുക്ക് ഏകദേശം ദിവസം 3 മുട്ട കിട്ടാറുണ്ട്. ചില ദിവസം 2 മുട്ട ആയിരിക്കും. എന്തായാലും 2ൽ കുറയാത്ത മുട്ട എല്ലാ ദിവസവും കിട്ടാറുണ്ട്. ഇവർക്ക് നമ്മൾ കോഴിത്തീറ്റ മാത്രമാണ് കൊടുക്കാറുള്ളത്. ഗോതമ്പും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. അത് നാടൻ കോഴികൾക്കാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഫുഡൊക്കെ കൊടുക്കാം. ഇവർ അത് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട കുറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കോഴിത്തീറ്റ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ മുട്ട ഏകദേശം വർഷത്തിൽ 300 മുട്ടയൊക്കെ കിട്ടാവുന്ന കോഴിയാണിത്. ഇപ്പോൾ കോഴിത്തീറ്റ മാത്രം കൊടുത്ത് വളർത്തണമെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഈ ഇലയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള വിറ്റാമിൻസും നമുക്ക് അതുപോലെ തന്നെ തീറ്റ ചിലവ് കുറയ്ക്കാനും പറ്റും.